ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബാഹുബലി ദ എറ്റേണൽ വാർ. അതെ ഗൈസ്, അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. സോ ബേസിക്കലി ബാഹുബലി ഇത് എപ്പിക് എന്ന് പറഞ്ഞ് പല റിലീസ് ചെയ്തപ്പോൾ അതിൽ ഇൻ്റർവെൽ ടൈമിൽ ഷോക്കേസ് ചെയ്ത ഒരു സംഭവമാണ് ഗൈസ്, ഇതിൻ്റെ എറ്റേണൽ വാർ. ആൻഡ് ദിസ് ഈസ് ആൻ ആനിമേറ്റഡ് മൂവി. ആൻഡ് ഇത് വരാൻ പോകുന്നത് 2027 ഗൈസ്. ആൻഡ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആർക്കെയിൻ ടീംസ് ആണ്. സോ ഐ ആം ഡാം എക്സൈറ്റഡ്. സോ ഇത് ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ടീച്ചറിൻ്റെ ഇത് കുറേ പേരെടുത്തിട്ടായിരുന്നു ഈ എപ്പിക്കിന് സിനിമ കാണാൻ പോയവരൊക്കെ. ഞാൻ പോയില്ല, കാണാൻ പറ്റിയില്ല. ബട്ട് എങ്കിലും നമുക്കിവിടെ ടീസർ അത് ഇറക്കിയിട്ടുണ്ട്. 2 മിനിറ്റ് 27 സെക്കൻഡ് ഉണ്ട് കേസ്. വരൂ നമുക്ക് റിയാക്ട് ചെയ്യാം. നമ്മൾ റിയാക്ട് ചെയ്യുന്നത് തമിഴായിരിക്കും കേട്ടാ. വരൂ ഗൈസ്. സോ ബാഹുബലി ഈസ് ഡെഡ് എന്ന് വെച്ചാൽ ഇത് ഈ കഥ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമരേന്ദ്ര ബാഹുബലി മരിച്ചിട്ട് പുള്ളിയുടെ ഒരു സംഭവമാണ് ഗൈസ്. സോ അമരേന്ദ്ര ബാഹുബലിയുടെ കഥയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. വെരി വേസ് നമുക്ക് കാണാം. ARK മീഡിയ വർക്സ്, SS രാജമൗലി പ്രസൻസ്, ശോഭി യഗ്ദേവൻ, പ്രസാദ് ദിവേനി പ്രൊഡക്ഷൻസ്. பாகுபலி சீன் கேஸ். அவன் பிறந்த நொடியில் நான் அறியவில்லை. அவன் பிறக்கும் முன்னே அப்பிறப்பின் காரணம் பிறந்ததை. ஓ கட்டப்ப குத்தி. அவன் இறந்த நொடியிலும் நான் அறியவில்லை. அவன் மரணம் ஒரு பயணம் என்று. ஓ ஓ ஓ அந்த பயணம் ஒரு போரில் கலந்தது. தேவருக்கும் அசுரருக்கும் இடையே நடக்கும் இரவா போறது. அவன் இரவ போறது. ഇത്രയൊക്കെ കാലസിപ്പിറ്റിയ ത്രിപുര പാതാള മണ്ഡലം. உனக்கு பாகுபலி வேண்டுமெனில் என்னை தாண்டி செல்லடா. ഇന്ദ്രകേനാണോ പുള്ളി എത്തേക്കുന്നത്? ഇതാരാ കഴിച്ചു? ഇതെനിക്ക് മനസ്സിലാവും. ഈ ക്യാരക്ടർ ഏതാണ്? പ്രഭാസാണത്. ഓ ആനിമേഷനിൽ തന്നെ വേറെ ലെവല്. ഓ പ്രഭാസ് അമരേന്ദ്ര ബാഹുബലി ആനയൊക്കെ. பாகுபலியை யார் காப்பார் இப்பொழுது? ഏതൊരു ആനിമേഷനൊക്കെ. தவறான கேள்வி இந்திரா. இப்பொழுது யார் உன்னை காப்பார் என்று கேள். பேரண்டத்தின் எதிர்காலம் ஒருவனின் கையில். ബാഹുബലി ദ എറ്റേണൽ വാർ പാർട്ട് 1, എ ഫിലിം ബൈ ഇഷാൻ ശുക്ല. ലിറ്ററലി പറയല്ലോ കിടിലൻ സാധനം. കാരണം അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഗൈസ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ആനിമേറ്റഡ് പടം ഫ്രം ഇന്ത്യൻ സിനിമ. ആൻഡ് ഇത് തിയേറ്റേഴ്സിൽ വരുന്നത് 2027 ഗൈസ്. സോ ആ ഒരു ക്വാളിറ്റി ആലോചിക്കുക. നിങ്ങൾ കണ്ടത് വെറും ഒരു ഗ്ലിംസാണ് അതിൻ്റെ. സോ അത് തന്നെ ഇത്രയും ഒരു ക്വാളിറ്റി ചെയ്തെങ്കിൽ ആ പടം ഇറങ്ങുമ്പോൾ എന്തുമായിരിക്കും. ആൻഡ് ഇത് പാർട്ട് 1 ആണ് ഗൈസ്. സോ ഇറ്റ് ഈസ് ബിഗ്ഗർ ദാൻ വി തോട്ട്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ആനിമേഷൻ ക്വാളിറ്റി, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഇത് മറ്റേ ആർക്കെയിൻ ടീംസാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആനിമേഷൻ ക്വാളിറ്റി ആനിമേ. സോ ദാറ്റ് ലുക്സ് റിയലി നൈസ്. ആൻഡ് ആർക്കെയിൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കില്ലാണ്. ഈ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഡു ചെക്കൗട്ട്, അത് പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ആനിമേഷൻ ലെവൽ വാസ് നൈസ്. സോ ഇതിൻ്റെ ബഡ്ജറ്റ് വന്നത് 120 കോടിയാണ് ഗൈസ്. 120 കോടിയാണ് ബഡ്ജറ്റ്. ഒരു ആനിമേ മൂവി നമ്മളിപ്പോൾ ഇറങ്ങിയ, ഞാൻ കേട്ട അനുസരിച്ചാണ്, ഇപ്പോൾ ഇറങ്ങിയ ആനിമേ മൂവിയായ ചെയിൻസോ മാൻ്റെ സിനിമ പോലും ഐ തിങ്ക് ജസ്റ്റ് 36 കോടി എങ്ങനെയാണ് ബഡ്ജറ്റ്. ബട്ട് അതിൻ്റെ ഇരട്ടി. അതെ ഗൈസ്, അതിൻ്റെ ഇരട്ടി, എൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാണ് സത്യം പറഞ്ഞത്. 4 പടങ്ങൾ കണ്ടിട്ട് അടിച്ചൊക്കെ 120 കോടി ബഡ്ജറ്റ് വരുന്ന ഒരു ആനിമേറ്റഡ് പടം.
നമ്മളിവിടെ ആനിമേറ്റഡ് പടം ഇറങ്ങി വിജയിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മഹാവതാർ നരസിംഹം ഒരു പടം, ഒരു ആനിമേറ്റഡ് മൂവി ഇല്ലേ, അതിൻ്റെ അത് വിജയിച്ച പടമാണ്. അതിൻ്റെ ബഡ്ജറ്റ് വരെ 35 കോടിയിലാണ് അവർ അത്രയും ചെയ്തത്. ബട്ട് ഇവിടെ 120 കോടി കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ഇതൊരു വലിയ സംഭവമാണ് ഗൈസ്. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദിസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിന് ഒരാളും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെന്തുള്ള ബാഹുബലി മാത്രമല്ലേ. അതെ ഗൈസ്, ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നേ ഗൈസ്. ഞാൻ കുറച്ച് ബിസി ആയി പോയതുകൊണ്ടാണ്. ഇനിയെല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.